നിഴൽവേട്ട. ഭീതിയുടെ ഡ്രൈവർ. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് രാത്രിയുടെ നിശബ്ദത കീറിമുറിച്ച് വീണ്ടും ആ ഭീകരശബ്ദം മുഴങ്ങി. ടയറുകൾ ഉരസുന്നതും ലോഹം കൂട്ടിയിടിക്കുന്നതുമായ ഭീകരശബ്ദം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നഗരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢമായ കാറപകടങ്ങളിലൊന്നുകൂടി. ഓരോ അപകടത്തിലും ആഡംബര കാറുകൾ പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടെത്തി. ഡ്രൈവർമാരെല്ലാം ദാരുണമായി മരണപ്പെട്ടു. എന്നാൽ അതിലേറെ ഭീകരം, അപകടസ്ഥലത്ത് രക്തക്കറകളോ ടയർ പാടുകളോ മറ്റ് യാതൊരു തെളിവുകളോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു അദൃശ്യശക്തി ഈ അപകടങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് നഗരം മന്ത്രിച്ചു തുടങ്ങി. ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ നിയോഗിക്കപ്പെട്ടത് സബ് ഇൻസ്പെക്ടർ ആകാശാണ്. ആകാശ് സമർത്ഥനും ധൈര്യശാലിയുമായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരു ബലഹീനതയുണ്ടായിരുന്നു. പ്രേതങ്ങളെയും പ്രേത സിനിമകളെയും അങ്ങേയറ്റം ഭയമായിരുന്നു. കുട്ടിക്കാലം മുതൽ കണ്ടുപോന്ന ഹൊറർ സിനിമകളിലെ രംഗങ്ങൾ അവന്റെ ഉറക്കം കെടുത്തിയിരുന്നു. ഈ കേസിന്റെ അസ്വാഭാവികത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. സാർ, ഈ അപകടങ്ങൾ സാധാരണ കാറപകടങ്ങളല്ല. എന്തോ ഒരു ദുഷ്ടശക്തി ഇതിനു പിന്നിലുണ്ട്, ആകാശിന്റെ സഹപ്രവർത്തകൻ കോൺസ്റ്റബിൾ രാജൻ ഭയത്തോടെ പറഞ്ഞു. അന്ധവിശ്വാസം പറയരുത് രാജൻ, എല്ലാത്തിനും ഒരു ശാസ്ത്രീയ വിശദീകരണമുണ്ടാകും, ആകാശ് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എന്നാൽ അവന്റെ ഉള്ളിൽ ഒരു തണുത്ത ഭയം അരിച്ചുകയറുന്നുണ്ടായിരുന്നു. ആകാശ് ഓരോ അപകടസ്ഥലവും സൂക്ഷ്മമായി പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളിൽ പോലും കാറുകൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് മതിലുകളിലോ മരങ്ങളിലോ ഇടിച്ചു തകരുന്നത് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഒരു ഘട്ടത്തിലും രണ്ടാമതൊരു വാഹനം ദൃശ്യങ്ങളിലുണ്ടായിരുന്നില്ല. ഒരു രാത്രി ആകാശ് പഴയൊരു ഡയറിക്കുറിപ്പുകൾക്കിടയിൽ നിന്ന് ഒരു സൂചന കണ്ടെത്തി. വർഷങ്ങൾക്ക് മുൻപ് ഇതേ നഗരത്തിൽ ഒരു ഭീകരനായ സൈക്കോ കില്ലർ ജീവിച്ചിരുന്നു. പേര് കാർത്തിക്. കാർത്തിക് തന്റെ ഇരകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും അവരുടെ ശരീരഭാഗങ്ങൾ തന്റെ ആഡംബര കാറിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു പോലീസ് എൻകൗണ്ടറിൽ കാർത്തിക് കൊല്ലപ്പെടുകയായിരുന്നു. അവന്റെ കാർ ഒരു ആക്രിക്കടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആകാശ് ആക്രിക്കടയിലേക്ക് തിരിച്ചു. അവിടെ തുരുമ്പെടുത്ത് കിടന്ന കാർത്തികിന്റെ പഴയ ആഡംബര കാർ അവൻ കണ്ടു. കാറിന്റെ ഉൾഭാഗം പഴകി ജീർണിച്ചിരുന്നു. അതിലെ ഒരു സീറ്റിനടിയിൽ രക്തക്കറ മായാതെ കിടക്കുന്നത് ആകാശ് ശ്രദ്ധിച്ചു. ആ നിമിഷം ഒരു നേർത്ത തണുത്ത കാറ്റ് അവനെ പൊതിഞ്ഞു. അവന്റെ ഉള്ളിൽ ഒരു തോന്നൽ ശക്തിപ്പെട്ടു. ഈ അപകടങ്ങൾക്ക് പിന്നിൽ ഈ കാറാണ്. അവൻ കൂടുതൽ അന്വേഷിച്ചു. കാർത്തിക് കൊല്ലപ്പെട്ട അതേ ദിവസം ആദ്യത്തെ ദുരൂഹമായ കാറപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് അവൻ കണ്ടെത്തി. മാത്രമല്ല, അപകടങ്ങളിൽപ്പെട്ട എല്ലാ കാറുകളും കാർത്തികിന്റെ കാറിന് സമാനമായ മോഡലുകളായിരുന്നു. ഭയം അവനെ വരിഞ്ഞുമുറുക്കി. ഒരുപക്ഷേ കാർത്തികിന്റെ ആത്മാവ് തന്റെ പ്രിയപ്പെട്ട കാറിലൂടെ പ്രതികാരം ചെയ്യുകയാണോ? പ്രേതങ്ങളെ പേടിയാണെങ്കിലും ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ആകാശ് ഉറച്ചു. അവൻ ഒരു മന്ത്രവാദിയെ സമീപിച്ചു. മന്ത്രവാദി കാർത്തികിന്റെ കഥ കേട്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ആ ആത്മാവ് വളരെ ദുഷ്ടനാണ്. അത് ഈ നഗരത്തിലെ സമാധാനം നശിപ്പിക്കും. ആത്മാവിനെ നശിപ്പിക്കാൻ നിങ്ങൾ ആ കാർ നശിപ്പിക്കണം. എന്നാൽ അത് വളരെ അപകടകരമാണ്. ആ ആത്മാവ് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കും. ആകാശ് ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു രാത്രി അവൻ കാർത്തികിന്റെ കാറിനെ ഒരു വിജനമായ സ്ഥലത്തേക്ക് എത്തിച്ചു. അവന്റെ കൂടെ രാജൻ മാത്രം. അവർ കാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തയ്യാറായി. പെട്രോൾ ഒഴിക്കുമ്പോൾ കാറിന്റെ ഡോറുകൾ തനിയെ തുറക്കുകയും അടയുകയും ചെയ്തു. ഒരു അദൃശ്യശക്തി അവരെ തടയാൻ ശ്രമിക്കുന്നതുപോലെ. ആകാശ് ഒന്ന് ഭയന്നെങ്കിലും പിന്മാറിയില്ല. അവൻ തീപ്പെട്ടി ഉരച്ച് കാറിലേക്കെറിഞ്ഞു. ഒരു നിമിഷം കാർ ഭീകരമായി കുലുങ്ങാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് ഒരു ഭീകരമായ അലർച്ച ഉയർന്നു. അത് കാർത്തികിന്റെ ആത്മാവിന്റെ അവസാനത്തെ നിലവിളിയായിരുന്നു. കാർ ആളിപ്പടർന്നു. തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നു. കാറിനകത്ത് ഒരു നിഴൽ രൂപം കത്തിയെരിയുന്നത് ആകാശ് കണ്ടു. കാർത്തികിന്റെ ആത്മാവ്. തീ പൂർണ്ണമായും അണഞ്ഞപ്പോൾ അവിടെ കാറിന്റെ അവശിഷ്ടങ്ങൾ മാത്രം. ഒരു നേർത്ത പുകച്ചുരുൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞുചേർന്നു. ആ നിമിഷം മുതൽ കൊച്ചി നഗരത്തിൽ ദുരൂഹമായ കാറപകടങ്ങൾ നിലച്ചു. ആകാശിന്റെ ഉള്ളിലെ പ്രേതഭയം പൂർണ്ണമായും മാറിയില്ലെങ്കിലും അവൻ ഒരു വലിയ ഭീഷണിയെ നേരിട്ട് വിജയിച്ചതിന്റെ ആത്മവിശ്വാസം അവനിലുണ്ടായിരുന്നു. അവനൊരു ധീരനായ പോലീസുകാരൻ മാത്രമല്ല, ഭയത്തെ അതിജീവിച്ച ഒരു യോദ്ധാവുമായിരുന്നു. നഗരം വീണ്ടും ശാന്തമായി ഉറങ്ങി. പക്ഷേ ആകാശിന്റെ മനസ്സിൽ ആ ഭീകരമായ രാത്രിയുടെ ഓർമ്മകൾ മായാതെ നിന്നു.